അപ്പൊ നമ്മളന്ന് വാട്ടർ മുക്കി ചാലഞ്ച് എടുത്തില്ലേ? മുക്കല്ലല്ല, ജിത്തു അബിൻ മുക്കിക്കൊല്ലൽ ചാലഞ്ചിന്റെ അടുത്ത പാർട്ടുമായിട്ട് ആനി അഷ്ന നക്കിക്കൊല്ലൽ ചാലഞ്ച്. അതൊരു കളർ തിയറി. വേറെ കാര്യം വെച്ചാൽ ഇത് നമ്മൾ നോർമൽ വെള്ളമല്ല നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓട വെള്ളങ്ങൾ, അവിടെ നിന്ന് കുറച്ച് ശേഖരിച്ച കുറച്ച് വെള്ളങ്ങൾ, പിന്നെ മൂക്ക് ചീന്തിയ വെള്ളങ്ങൾ. അതായാലും കുഴപ്പമില്ല. നിങ്ങൾ ലേറ്റ് ആകാൻ നേരെ ക്വസ്റ്റ്യനോട് കിടക്കണം. ഓക്കെ ഗൈസ്, നിങ്ങൾ റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, റെഡി അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ഒരു ഡിസ്ക്ലൈമർ തരാം. ചിലപ്പോൾ ഇവരെ മുക്കി കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇവർ വേറെ ആഴെ എനിക്ക് 2 പ്രാവശ്യം മുക്ക് അശ്നേ തരണേ. എല്ലാം ഇങ്ങനെ അഴിഞ്ഞു വീഴും, മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നതായിരിക്കും. ശരി ശരി, ഓക്കെ റെഡി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഒരു റോങ് മൊമെന്റില് ചിരിക്കാൻ സാധ്യത ഉള്ളത്? അഷ്നമോൾ അങ്ങനെ പോക. ഒന്നോടെ പോയിട്ട് ഒരു പ്രാവശ്യം ഒന്നോടെ പോ. ഇങ്ങനെ മതിയാ നോക്കണേ. ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. ലോങ്സ്റ്റ് ഇത് റിവെഞ്ച് ആണെന്ന് തോന്നുന്നു. തകർന്നു പോയിന്റെ ബാല്യം ഇത്ര താഴെ പൂട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ലോങ്സ്റ്റ് ടൈം ടു ഗെറ്റ് റെഡി. കൂടുതൽ സമയം എടുക്കുന്ന ആരാണ് ഗെറ്റ് റെഡി ആവാനായിട്ട്? എനിക്ക് തോന്നുന്ന ആനിമോൾ ആകാനാണ് അതിനൊരു. ഇവിടെ ഉള്ളപ്പോ നിങ്ങൾ അബിന്റെ അഭിപ്രായത്തില്ല. മുങ്ങടി മുങ്ങണം. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ വരെ ലേറ്റ് ആയിട്ട് എത്താൻ സാധ്യത ഉള്ളത്? ബെർണാർഡ്. ഓക്കെ, അഷ്നമോൾ സെക്കൻഡ് റൗണ്ട് മുങ്ങാനായിട്ടുള്ള പ്ലാനിലാണ്. ഒന്നുകൂടെ പോകണോ? അടുത്ത ക്വസ്റ്റ്യൻ. രാത്രി ഫുള്ള് ഉറങ്ങാണ്ടിരുന്നിട്ടും അടുത്ത ദിവസവും എണീച്ച് ജോലികൾ ചെയ്യുന്നത് ആര്? നമ്മുടെ സ്വന്തം. പൊടാ നടന്ന് തൊട്ടുപോലില്ല. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കണ്ടാ പൊളിച്ചില്ലേ? അതെന്താ പറയോ, അത് മാത്രമല്ല ഒരു ആംബിയൻസ് പോകുന്നില്ലേ, കുറച്ച് ബാക്കിൽ നിന്ന്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഏതെങ്കിലും ഒരു പാസീവ് സ്മോക്കേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കും. അത് കുറച്ച് വൈബായിരിക്കും. ഓക്കെ, അടുത്ത ദിവസം റെഡി അല്ലേ? ആരാണ് ഒരു സിനിമ കണ്ടിട്ട് കരയാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്? എന്റെ മനസ്സ് പറയുന്നത് 2 പേരിൽ നിന്ന് മോങ്ങി കരയുന്ന ഒരു ക്യാരക്ടേഴ്സിന് ഉടമകളാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. അശ്ന 100%. അവസാനമായിട്ട് കണ്ടു കഴിഞ്ഞ സിനിമയുടെ പേര് അവസാനം കണ്ട മായാമോഹിനി. നിന്നെ അതിന് കണ്ടോണ്ടായി മച്ചാനെ 2 മുക്കുന്നൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ കൊണ്ടുവരാം. ഓറഞ്ച് ബക്കറ്റ് ഉള്ളതായിരുന്നു. അടുത്ത് ആരാണ്? ഞങ്ങളല്ലേ ഞാൻ ഒരുമാതിരി വെള്ളം ഉടുപ്പ് കൊണ്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ദൈവത്തിന്റെ പുത്രം വരുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഒരു സ്ട്രേഞ്ചറിനെ കണ്ട ഒരു 5 മിനിറ്റിൽ തന്നെ ഫ്രണ്ട് ആവാൻ ചാൻസ് ഉള്ളത്? അത് അശ്നെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് നാനി അതിനുള്ള ഒരു സ്കെൽപ്പ് ഉള്ള ഒരാളാണ്. സ്കിൽസ് ഉണ്ട്. അശ്ന കുറച്ചുകൂടി റിസർവ്ഡ് ആണ്. അശ്ന അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കമ്പനി ആവുന്ന ഒരു ഇതല്ല അല്ലേ അശ്ന? അത് നീ ഇപ്പൊ കൊളർ പോക്കണതിന്. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ആദ്യം തന്നെ ഡെസേർട്ട് ഓർഡർ ചെയ്യുന്നത്? ചിരിച്ചു കഴിഞ്ഞാ 2 പേര് ഡെസേർട്ടും തരാൻ പോകുന്നില്ല. ഇത് ബ്രില്യൻ പ്ലാൻ ആണ്. ഞങ്ങൾ ചിരിച്ചു തീരട്ടെ, എന്നിട്ട് മുക്കാം. ഇങ്ങോട്ട് 2 പേരും ഇങ്ങോട്ട്. അവിടെ തെര അടിച്ച ആ സൈഡ്. ഇനി മുക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ഗൂഗിൾ മാപ്സ് ഉണ്ടെങ്കിലും വഴി തെറ്റി ലോസ്റ്റ് ആവാൻ ചാൻസ് ഉള്ളത്? അഷ്ന മോൾ. ഒരു വഴി പോയാ ആ വഴി അങ്ങ് പൊക്കോളും.
ഇല്ല അഷ്ടമോൾ, നീ Google അഷ്ടമോൾ. Map- നിക്ക് ഇത് Google Map നിക്ക്. നോക്കാൻ എനിക്കറിയാം. ഇവിടെ ആകെ കൊച്ചു പറ്റുമേ ആരാണ് ഗൂഗിൾ മാപ്പ് അറിയാത്തത് ഞാൻ ഒരു ദിവസം വണ്ടി ഓടിക്കും ആ നീ മാപ്പ് നോക്ക് എനിക്ക് നോക്കാൻ അറിയത്തില്ല നീ നോക്ക് വണ്ടി ഓടിക്കും അത് മടി കാരണം അത് വേറെ ഞാൻ ലോസ്റ്റ് ആവാൻ നോക്കാറുണ്ട് ഗൂഗിൾ മാപ്പൊക്കെ. ഇത് നീ തന്നെ അഷ്ടമോൾ പോട്ട് ഓക്സിജൻ ഉണ്ടോ അടിയില് എന്തെങ്കിലും മണ്ണി പറഞ്ഞിട്ട് വരൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വെക്കേഷന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കാൻ സാധ്യതയുള്ള ആരാണ്? ആനിമോൾ തന്നതിന്റെ 100% തായ്ലൻഡ് പോയപ്പോ 24 മണിക്ക്. എന്നിട്ട് പോസ്റ്റിൽ ആരെയാ ഫോട്ടോ തരും? ആരെയാ ഫോട്ടോ ക്യാമറമാനാണ് ക്യാമറ വുമൺ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കളക്ട് ചെയ്യുക, അതാണ് guys. ആരാണ് ഈ കൂട്ടത്തിൽ കൂടുതൽ ക്ലംസി എന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നത് അഷ്ണ തന്നെ ആവാനാണ് എൻ്റെ ഒരു സാധ്യത. ഉത്തരവാദിത്തം എന്നുള്ള ഒരു സാധനം. ഉത്തരവാദിത്തം വേറെ ആ, ക്ലംസി എന്ന് പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചത് ക്ലംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ ഒരു ഒരു തിപ്പില്ലാത്ത ഒരു ഒട്ടും ഇതല്ലാത്ത കെയർ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് അതാണ് ഒരു ക്ലംസിയുടെ ഒരു സംഭവം. അത് അശ്നി എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂസ് മോർ അഡ്വഞ്ചറസ്? അത് ആനിമൽ തന്നെ. അശ്നെ മറ്റേ ബോക്സ് ഇങ്ങനെ പൂച്ച തൊടാൻ പോലും അശ്നിക്ക് 2 മിനിറ്റ് എടുക്കും തുടങ്ങാൻ വേണ്ടി. മൃഗങ്ങളോട് വലിയ താല്പര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ കൂട്ടത്തിൽ ആരാണ് ഈ ഡയലോഗ് ഏറ്റവും കൂടുതൽ പറയാൻ സാധ്യത ഉള്ളത്? ഡയലോഗ് ഇതാണ്. ഞാൻ പറഞ്ഞല്ലേ അപ്പോഴേ. ഇതാരാണ്? എന്റെ അഭിപ്രായത്തിൽ 2 പേരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് അത്. ഒരുമിച്ച് മുങ്ങുന്നില്ല. അത് നമ്മൾ ചീറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഒരു ഷോപ്പിൽ പോയിട്ട് ബാർഗെയിൻ ചെയ്യാൻ കൂടുതൽ സ്കിൽസ് ഉള്ളത്? അത് തായ്ലാൻഡ് പോയപ്പോ ഇവരാരാണ് ബാർഗെയിൻ ചെയ്യാൻ സ്കിൽസ് ഉള്ളത്? ഇവർക്ക് 2 പേർക്ക് ആബിൻ മോൻ ഇവരാണ് മാച്ച് ലാസ്റ്റ് കഴിഞ്ഞോണ്ട് മുങ്ങിയല്ലേ? വേറെ വെള്ളത്തിൽ ഞാൻ വേണമെങ്കിൽ മുങ്ങാം. ശരി, ഓസ് കുറച്ചുള്ളാടി. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് എന്താണ് കഴിക്കേണ്ടതെന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി കൂടുതൽ ടൈം എടുക്കുന്നത്? 2 പേരും വന്നിട്ട് മനസ്സ് ഒരേ സ്വരത്തിൽ പറയുന്നു. ഓറഞ്ച്. നിങ്ങൾ സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് അങ്ങനെയല്ല, ഓർഡർ ചെയ്ത് ഞങ്ങൾ side ആയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരടുത്ത് കഴിക്കാൻ എന്താ വേണം? എന്തെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ള പറ. ഞങ്ങൾ പറയൂല ബ്രൗണി വിത്ത് ഐസ്. അതാ, ഇതാണ് നേരത്തെ ചോദിച്ചതിന്റെ പ്രസക്തി. ആരാണ് റെസ്റ്റോറന്റിൽ പോയിട്ട് ഡെസേർട്ട് ആദ്യം ഓർഡർ ചെയ്യുന്നത്? എല്ലാം മുങ്ങും. ആരാണ് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാൻ അവിടുത്തെ കിച്ചണിൽ കയറുന്നത്? അന്ന് മാറിപ്പോയി അങ്ങനെയല്ല, ഇവിടെ മറ്റേ ഇത് ഡിസൈൻ നോക്കാൻ വേണ്ടി ഏത് ഹോട്ടലിൽ പോയാലും കിച്ചണിൽ പോകും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മൈൻഡ് ഒക്കെ ഉണ്ട്. കുറച്ച് വൈബിന് വേണ്ടി ഞങ്ങൾ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇറക്കിയിട്ടുണ്ട്. ഇല്ല അവള് കിച്ചണിൽ കയറുന്ന അപ്പുറത്തെ കിച്ചൺ പോയി. അത് guys, ഞാൻ പഠിക്കുന്നതിന്റെ ഇതായിട്ട് ഞാൻ പോകുന്നത്. ഞാൻ എല്ലാ ഷോപ്പിന്റെ ഇന്റീരിയർ ഡിസൈൻ അറിയാൻ വേണ്ടി ആദ്യം അണിയറയിലാണ് ആനി പോകുന്നത്. ഫുഡ് വരുന്നതിന് മുമ്പേ ഫുഡ് ഉണ്ടാക്കുന്ന എവിടെ നിന്ന് എനിക്കറിയണം. ഉസ്താദ് ഹോട്ടലിൽ വരെ പോയിട്ടുണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നല്ല ഒരു മനസ്സിന് ഉടമയും ഞങ്ങളുടെ പൊന്നു മക്കളും 2 പേരും അതിനകത്ത് മുങ്ങപ്പെടുന്നില്ലെന്നാണ് തന്നെ. ചുമ മുങ്ങൽ നല്ല ഉടമ പാനി മസിൽ പിടിക്കാതെ 2 തൊടുന്നതിന് മുമ്പ് മുങ്ങി ഇങ്ങനെ നിൽക്കുന്ന സ്നാനം കഴിഞ്ഞ പോലെ. സത്യങ്ങൾ പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കണം. Accept ചെയ്യണം. ഓക്കെ, അടുത്ത ഓറഞ്ച് ഡ്രസ് ഇട്ടിരിക്കുന്ന ആരാണ്? ആനിമോൾ. ബ്ലൂ ഡ്രസ് കഴിഞ്ഞോട്ട് ഞാൻ നിരയായതാണ്, ഇതിനില്ല. എന്ത് പറയല്ലേ, ഒറ്റ അക്സെപ്റ്റ് ചെയ്തിട്ട് ആരാണ്? അഷ്ടമോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് പെട്ടെന്ന് പിണങ്ങി പോകുന്നത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനാണ്. ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് ആരാണ്? 2 കൂടെ കൂട്ടത്ത്. എനിക്ക് തോന്നുന്നു 2 പേരും അത്യാവശ്യം നല്ല രീതിയിൽ ഫോൺ. ആവശ്യത്തിനനുസരിച്ച് മാത്രം. അതന്നെ, അത്യാവശ്യം ഫോൺ യൂസ് ചെയ്യുന്ന കൂട്ടത്തിലല്ലേ 2 പേരും? മുങ്ങുന്നില്ല 2 പേരും. മതി. അടുത്ത മേക്കപ്പ് പ്രോഡക്ട്സ് അധികം യൂസ് ചെയ്യാത്ത പുറത്തു പോകുന്ന ആരാണ്? 2 പേരും കൂട്ടത്തിൽ. അത് 2 പേരും യൂസ് ചെയ്യാണ്ട് പുറത്തു പോകുന്നത്. മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാറില്ലല്ലോ നിങ്ങൾ. അതോടെ പറയാ ഞങ്ങൾ മുങ്ങിയൊരു വേറെ ആളെന്ന്. അതൊക്കെ എന്റർടൈൻമെന്റ് അല്ലേ? അശ്ന ഇവിടെ പോയിട. ചട്ടം പീസില് വാവയുടെ കൂടെ പഠിക്കാൻ യോഗ്യത ഉള്ള കാണാൻ ലുക്കുള്ള ആരാണ്? അബിൻ മോൻ. ഞങ്ങളുടെ അബിൻ മോൻ.
ഇന്നത്തെ ക്വസ്റ്റ്യനെയർ ആൻഡ് ഇവരുടെ മുക്കൽ പരിപാടി ഇന്നത്തോട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറെ സംഭവമുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇങ്ങനെ മുങ്ങി എണീക്കുന്ന ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞങ്ങൾ ആര് മുക്കും ജോഷ് ഭായ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ കമന്റ് ചെയ്യുക, ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാനുള്ളത്. കമന്റ് ചെയ്യുക ആരാണ് ഇതിൽ ഇങ്ങനെ ചുണക്കുട്ടി ചുണക്കുട്ടനെ ഹൂസ് മോസ്റ്റ് ലൈക്ലി ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചുണക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ 4 പേരും കൂടെ ഇരുന്നിട്ട് ഈ സംഭവം ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിലോട്ട് നിക്ഷേപിക്കാനായിട്ട് ജോഷ് ഭായ് റൂസ് ചെറിയ ബക്കറ്റല്ല തൊട്ടി അവസാനം അതിന് ഗ്രാൻഡ് ഫിനാലെ ആയിട്ട് അവന് നമ്മൾ കിണറ്റിലെടുത്തിരുന്നു. അതോടുകൂടി തീരുമാനമാവും ക്ലൈമാക്സ്. അപ്പൊ ഗൈസ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണോ? ഓക്കെ, അപ്പൊ guys, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ. Guys, ഇവര് പറഞ്ഞൊന്നും സത്യമല്ല കേട്ടോ. നല്ല നല്ല മനസ്സിന് ഉടമയെന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊന്നും സത്യമല്ല, എല്ലാം കള്ളം.